സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നായകൻ ഡേവിഡിനെ കാണാം. ആളുടെ തൊഴിൽ കഞ്ചാവ് വിൽപ്പനയാണ്. ഒരു ദിവസം പഴയൊരു സുഹൃത്തിനെ കണ്ടുമുട്ടുമ്പോൾ ഡേവിഡിന് തൻ്റെ ഒറ്റപ്പെട്ട ജീവിതത്തെക്കുറിച്ച് ഓർത്ത് വലിയ സങ്കടം വരുന്നു. പോരാത്തതിന് ഒരു രാത്രി കുറച്ച് റൗഡികൾ വന്ന് ഡേവിഡിൻ്റെ പണവും ഡ്രഗ്സുമെല്ലാം തട്ടിയെടുക്കുന്നു. ഈ പണം ഒരു വലിയ മാഫിയ ബോസിൻ്റേതായിരുന്നു. പണം കൊടുക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് ബോസ് ഒരു ഓഫർ വെച്ചു. മെക്സിക്കോയിൽ നിന്ന് ഒരു ലോഡ് കഞ്ചാവ് അമേരിക്കയിൽ എത്തിച്ചാൽ $1,00,000 നൽകാം. ഒറ്റയ്ക്ക് പോയ ബോർഡറിൽ പോലീസ് പൊക്കും. അപ്പോഴാണ് ഡേവിഡിന് ബുദ്ധി ഉദിച്ചത്. ഒരു ഫാമിലി ടൂറായിട്ട് പോയാൽ പോലീസ് അധികം ചെക്ക് ചെയ്യില്ല. അങ്ങനെ പുള്ളി തൻ്റെ അയൽവാസി റോസിനെ പണം വാഗ്ദാനം ചെയ്ത് ഭാര്യയാക്കുന്നു. പാവം കെന്നിയെ മകനായും തെരുവിൽ നടന്ന കേസിയെ മകളായും കൂട്ടി. പക്ഷേ ഈ 4 പേരെയും കണ്ടാൽ ഒരു കുടുംബമാണെന്ന് ആരെങ്കിലും പറയുമോ? അതുകൊണ്ട് അവരെ നല്ല വസ്ത്രം ധരിപ്പിച്ച് മുടിയൊക്കെ വെട്ടി വൃത്തിയാക്കി ഒരു പക്ക മില്ലേഴ്സ് ഫാമിലിയാക്കി മാറ്റുന്നു. മെക്സിക്കോയിലെ ഡ്രഗ് കേന്ദ്രത്തിലെത്തിയപ്പോൾ ഡേവിഡ് ശരിക്കും ഞെട്ടിപ്പോയി. ചെറിയൊരു പൊതി കഞ്ചാവ് എന്നായിരുന്നു പുള്ളി കരുതിയത്. പക്ഷേ അവിടെ ഇരിക്കുന്നത് ഒരു ലോഡ്. വണ്ടി നിറച്ച് കഞ്ചാവുമായി മടങ്ങുമ്പോൾ ബോർഡറിൽ വെച്ച് പോലീസ് ഇവരെ തടയുന്നു. ഹീറോയുടെ ഉള്ളിലെ ജീവൻ പോയി. പക്ഷെ ഭാഗ്യത്തിന് ആ പോലീസുകാരൻ കൈക്കൂലി വാങ്ങി അവരെ വിടുന്നു. ആശ്വാസത്തോടെ അവർ അമേരിക്കയിലേക്ക് വണ്ടി ഓടിക്കുകയാണ്. യാത്രക്കിടയിൽ മറ്റൊരു കുടുംബവുമായി ഇവർ സൗഹൃദത്തിലാകുന്നു. പക്ഷേ ആ കുടുംബത്തിൻ്റെ നാഥൻ ഒരു ഡ്രഗ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ DEA ആണെന്ന് മനസ്സിലാക്കുന്നതോടെ മില്ലേഴ്സിൻ്റെ കിളി പോയി. ഇതിനിടയിൽ കെന്നിയെ ഒരു ചിലന്തി കടിക്കുന്നതും റോസിൻ്റെ തകർപ്പൻ ഡാൻസുമൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചിരിച്ച് മണ്ണുകപ്പും. അവസാനം ഇവർ ഡ്രഗ്സ് ലക്ഷ്യസ്ഥാനത്തെത്തിക്കുമോ അതോ പോലീസ് പൊക്കുമോ? തുടക്കത്തിൽ പണത്തിനു വേണ്ടി മാത്രം ഒന്നിച്ച ഇവർ ഒടുവിൽ ശരിക്കും ഒരു കുടുംബത്തെ പോലെ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങുന്നു എന്നതാണ് ഈ സിനിമയുടെ ഭംഗി. അപ്പോൾ ഈ ഉഡായിപ്പ് കുടുംബത്തിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി കാണാവുന്നതാണ്. ചാനലിൻ്റെ ലിങ്ക് ബയോയിൽ നൽകിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു കിടിലൻ കഥയുമായി വീണ്ടും കാണാം. ടാറ്റാ.